الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحابه المرتضى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب عطفوا قلوب العالمين بيسرهم علي وألبسني قبولا بشلمات صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സ്നേഹാദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പവിത്രമായ ഈ വെള്ളിയാഴ്ചയിലെ സുദിനത്തിൽ നമ്മെ ഏവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ കമനീയമായ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ വളരെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിനും അവന്റെ ഹബീബിനും ഇഷ്ടപ്പെടും പോലെ ജീവിക്കാൻ അല്ലാഹു വലിയ തൗഫീഖിനെ നസീബാക്കട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ ഇണകളുടെയും സന്താനങ്ങളുടെയും എല്ലാ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റി പൂർണ്ണ സലാമത്തും സന്തോഷവും റാഹത്തും ഈ വെള്ളിയാഴ്ചയുടെ പവിത്രത കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു കാര്യമാണ് ആരോഗ്യം എന്നുള്ളത്. നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്നുള്ളത്. ജീവിതത്തിലെ മറ്റെല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ ആരോഗ്യം വേണം. ഇത് വിദ്യാഭ്യാസമാണെങ്കിൽ ഒരു അനുഗ്രഹമാണ് വിദ്യാഭ്യാസം. പക്ഷെ അത് എത്ര കണ്ട് നേടിയാലും ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതുപോലെ തന്നെ തൊഴിൽ, നല്ലൊരു തൊഴിൽ നേടി അതൊരു അനുഗ്രഹമാണ്. പക്ഷേ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിലോ? ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിലോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം എന്നുള്ളത്, ആഫിയത്ത് എന്നുള്ളത്. മറ്റെല്ലാ അനുഗ്രഹങ്ങളെയും ആസ്വദിക്കണമെങ്കിൽ അത് വേണം, അതുണ്ടെങ്കിലേ സാധ്യമാവുകയുള്ളൂ. അപ്രകാരം തന്നെയാണ് ആത്മീയമായ കാര്യങ്ങളിലും ഇബാദത്തിന്റെ അവസ്ഥയിലും അത് തന്നെയാണ്. ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ ആരോഗ്യം വേണം, ഒരാൾക്ക് ഉംറ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം, ഹജ്ജിന്റെ പ്രവർത്തനങ്ങളുമായി പോകണമെങ്കിൽ ആരോഗ്യം വേണം, നോമ്പ് പിടിക്കണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പം ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും അതെല്ലാം ആസ്വദിക്കുന്നതിന് ആദ്യമായി വേണ്ടത് ആരോഗ്യമാണ്, ആഫിയത്താണ്. ആരോഗ്യവും ശക്തിയും ഉള്ളവർക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്ത് മുന്നേറുക എന്നുള്ളത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയും ആരോഗ്യമില്ലാത്ത വ്യക്തിയും നാം താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആരോഗ്യമുള്ളവർക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും. അത് ആതൊരു സേവനത്തിലാകട്ടെ, ഏത് തരത്തിലുള്ള സേവനങ്ങൾക്കും ആരോഗ്യമുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കതിന് ഉദാഹരണമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിൽ നിന്നും ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഫിർഔന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ആ യാത്രയുടെ ഇടയിൽ ക്ഷീണിതനായി അദ്ദേഹം ഒരു മരത്തണലിൽ വിശ്രമിക്കുന്നു.
അങ്ങനെ വിശ്രമിക്കുമ്പോൾ അവിടെ കുറെ ശബ്ദം കേൾക്കുന്നു. അദ്ദേഹം അങ്ങനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ നോക്കുമ്പോ കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നു. നോക്കുമ്പോ കുറെ ആളുകൾ വെള്ളമെടുക്കുകയാണ്. വെള്ളം ഇങ്ങനെ കോരിയെടുക്കുന്നു. കൂട്ടം കൂട്ടമായി ആളുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയാണ്. തങ്ങൾക്കും അതുപോലെ തന്നെ തങ്ങളുടെ കാലുകൾക്കും വേണ്ടിയുള്ളതായ വെള്ളങ്ങൾ ശേഖരിക്കുന്നു. നോക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുകയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ശ്രദ്ധിച്ചു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ രണ്ട് പെൺകുട്ടികളുടെ സമീപത്തിലേക്ക് കാരുണ്യത്തോടെ സമീപിച്ചിട്ട് ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളെന്തേ വെള്ളമെടുക്കാത്തത്? അപ്പോൾ പറഞ്ഞു, അവർ തിക്കും തിരക്കും കൂട്ടി വെള്ളമെടുക്കുന്നതിനിടയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ ഹയാ ആകുന്നു, ലജ്ജയുണ്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പ്രയാസമാണ്. അവിടെ രണ്ട് കിണറുകൾ ഉണ്ടായിരുന്നു. ഒരു കിണറിലാണ് ഈ തിരക്ക് മുഴുവനും. മറ്റൊരു കിണറാകട്ടെ വലിയ ഭീമാകാരമായ ഒരു പാറ കൊണ്ട് അത് മറച്ചിരിക്കുകയായിരുന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വലിയ പാറയെ തന്റെ കൈകളെ കൊണ്ട് എടുത്തു മാറ്റിയിട്ട് ആ പെൺകുട്ടികൾക്ക് വെള്ളം ശേഖരിച്ചു കൊടുത്തു. ആ പാറയെ പറ്റി പറയുന്നത്, ഇന്നഹു റഫഅ സഖറതൻ അല്ലതി ലാ യുതീഖു ഹംലഹാ ഇല്ലാ 10 റിജാൽ. 10 പുരുഷന്മാർ ചേർന്ന് പിടിച്ചാലല്ലാതെ ആ കിണറിന്റെ മൂടിയായി വെച്ചിരിക്കുന്ന പാറയെ ഉയർത്താൻ കഴിയുകയില്ല. അത്രമേൽ ഭാരമുള്ളതായ ആ പാറയെ തന്റെ കരങ്ങളെ കൊണ്ട് നീക്കിയതിനു ശേഷം വെള്ളം എടുത്തു കൊടുത്തു മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ശേഷം ആ പെൺകുട്ടികൾ ഉപ്പയുടെ അടുക്കലേക്ക് പോകുന്നുണ്ട്. സയ്യിദുനാ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്തിലേക്ക് പോയിട്ട് പറയുന്നുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുന്നു, ഖാലത്തി ഇഹ്ദാഹുമാ, ആ രണ്ട് പെണ്ണുങ്ങളിൽ ഒരു പെൺകുട്ടി പറഞ്ഞു, യാ അബതി ഇസ്തഅജറുഹു, ഓ വാപ്പിച്ചി, ആ വ്യക്തിയെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ? നമ്മുടെ ആടുകളെ മയിക്കുവാനും മറ്റു നമ്മുടെ വീടിന്റെ പണികളൊക്കെ നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ? ഇന്ന ഖൈറ മൻ ഇസ്തഅജറതൽ ഖവിയുൽ അമീൻ, നിശ്ചയം താങ്കൾ ഒരു കൂലിക്ക് വിളിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം അൽ ഖവി, നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ്. കാരണം അത്രമേൽ വലിയൊരു പാറയാണ്. നിമിഷ നേരം കൊണ്ടത് മാറ്റി ഞങ്ങൾക്ക് വെള്ളമെടുത്തു. അൽ അമീൻ, വിശ്വസ്തനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് സേവകനായിട്ട് വിളിച്ചാലോ എന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ നമുക്ക് പരിചിതമായ ചരിത്രമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആരോഗ്യമുള്ളത് കൊണ്ടാണ് അത് നിർവഹിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആരോഗ്യമുള്ള വ്യക്തിക്കും ആരോഗ്യമില്ലാത്തവർക്കും തമ്മിലുള്ള വ്യത്യാസം സുതരാം വ്യക്തമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യത്തെ അതിന് കേടായി ബാധിക്കുന്ന ഒരു നടപടിയും നമ്മിൽ നിന്നും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യമാണ്. അത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും ഒരിക്കലും അത് നമ്മുടെ ശരീരത്തെ കേടുപെടുത്തുന്നതാണെങ്കിൽ നമ്മൾ നിർവഹിക്കുവാൻ പാടുള്ളതല്ല. ആരോഗ്യത്തിന് ഹാനികരമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ ശരീരത്തെ തളർത്തിക്കളയാൻ പാടുള്ളതല്ല. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ ചെയ്തെത്തി. കൂട്ടത്തിൽ ഒരുപാട് സ്വഹാബത്തും എത്തി. അങ്ങനെ മക്കയിൽ നിന്നും മുഹാജിരിങ്ങളായി വന്ന സ്വഹാബത്തിനെ അൻസാറുകളുമായി സഹോദര ബന്ധത്തിലാക്കി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റി. അങ്ങനെ അബൂദർദാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനത്തേക്ക് വന്നവരാകുന്നു. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുമായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാഹോദര്യ ബന്ധം സ്ഥിരപ്പെടുത്തി കൊടുത്തത്. ഒരിക്കൽ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ദുഃഖിതയായി മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു കാണുകയാണ്. വീട്ടിലേക്ക് കടന്നു വരുമ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ദുഃഖിതരായിരിക്കുന്നതായിട്ട് കണ്ടു. എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത്, രാത്രി മുഴുവനും നിസ്കാരമാണ്. രാത്രികാലങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കും. പകൽ സമയങ്ങൾ മുഴുവനും നോമ്പ് പിടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത് എന്ന് അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പറ്റി സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ.
അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂദർദാ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ അതിൽ നിന്നെല്ലാം മാറ്റമുണ്ടാകുവാൻ വേണ്ടി അദ്ദേഹത്തെ നിസ്കാരത്തിൽ നിന്ന് രാത്രി കാലങ്ങളിൽ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഭാര്യയുടെ അടുക്കലേക്ക് കടത്തിവിട്ടു. പകൽ സമയത്ത് നോമ്പ് പിടിക്കുന്നതിൽ നിന്നും മുറിപ്പിക്കുകയും ചെയ്തു. ഇപ്രകാരമെല്ലാം ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് വളരെ വിഷമമായി. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലി റബ്ബിക അലൈക ഹഖാ, നിശ്ചയം നിനക്ക് നിന്റെ റബ്ബിനോട് ഒരു ബാധ്യതയുണ്ട്, അത് നീ പൂർത്തീകരിക്കണം, നിസ്കരിക്കണം. പൂർണ്ണമായി നിസ്കാരത്തെ ഒഴിവാക്കണമെന്നല്ല, നിസ്കരിക്കണം. പക്ഷേ വലിനഫ്സിക അലൈക ഹഖാ, നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, അത് നീ പൂർത്തീകരിക്കണം. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം, ഭാര്യയുമായിട്ട് രമിക്കേണ്ടതായ സന്ദർഭത്തിൽ രമിക്കണം. അതല്ലാതെ അള്ളാഹുവിന്റെ ഇബാദത്തിലായിട്ട് സർവ്വസമയവും കഴിയുക എന്നുള്ളത് നല്ല പണിയല്ല. വലിയഹ്ലിക അലൈക ഹഖാ, നിന്റെ ഭാര്യയോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, അത് നീ പൂർത്തീകരിക്കണം. ഫഅതി കുല്ലദീ ഹഖ്ഖിൻ ഹഖാ, എല്ലാവരോടുമുള്ള ബാധ്യതകൾ നീ കൃത്യമായി പൂർത്തീകരിക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം പ്രഭാതമായപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് പോയി. ഫദക്കറ ദാലിക ലഹു, അങ്ങനെ മുത്തുനബിയോട് ഈ വിഷയത്തെ പറ്റി എല്ലാം ഇങ്ങനെ പറഞ്ഞു. സൽമാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ വന്നിട്ട് ഇപ്രകാരമെല്ലാം പ്രവർത്തിച്ചു, റസൂലേ, എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ല, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സദഖ സൽമാൻ, സൽമാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പ്രവൃത്തി അത് ശരിയാണ്, പറഞ്ഞ കാര്യം അത് ശരിയാണ്, അപ്രകാരമാണ്. നിനക്ക് നിന്റെ റബ്ബിനോട് ബാധ്യതയുണ്ട്, അതുപോലെ തന്നെ നിന്റെ ശരീരത്തിനോട് ബാധ്യതയുണ്ട്, നിന്റെ അഹ്ലികാരിയോട് നിനക്ക് ബാധ്യതയുണ്ട്. ഇതെല്ലാം നീ നിർവഹിക്കണം, അതെല്ലാം കൃത്യമായി നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഇവിടെ റബ്ബിനോടുള്ള കടമ പോലും ശരീരത്തിന്റെ ആരോഗ്യവും പരിഗണിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബാക്കളിൽ ചില സ്വഹാബത്ത് കൂടിയിരുന്നിട്ട് തീരുമാനമെടുക്കുകയാണ്, രാത്രികാലങ്ങളിൽ മുഴുവൻ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. മറ്റൊരു വ്യക്തി പറഞ്ഞു, ഇനിയുള്ള പ്രഭാതങ്ങൾ മുഴുവനും ഞാൻ ഇതാ നോമ്പ് പിടിക്കാൻ തീരുമാനിക്കുകയാണ്. മറ്റൊരു സഹാബി പറഞ്ഞു, ഇനി ഒരിക്കലും ഞാൻ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ചെയ്യുകയില്ല, വിവാഹം കഴിക്കുകയില്ല. കാരണം ഇബാദത്തിലായി സജീവമാകണം, സർവ്വസമയവും അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിലായി സന്നദ്ധരാവണം എന്ന നിയ്യത്തോടു കൂടി. നിയ്യത്ത് നല്ലതാണ്, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അതിന് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങളാകുന്ന ഉറക്കത്തെ ഒഴിവാക്കുക, അതിന് ഭംഗം വരുത്തുന്നതായ കാര്യങ്ങൾ, ഭക്ഷണം, അതിനെ ഒഴിവാക്കുക. അതിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളാകുന്ന മറ്റ് കുടുംബമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെയും ഒഴിവാക്കുക എന്ന നെയ്യത്തിലാണ് നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട മൂന്ന് സഹാബത്തിന്റെ സമീപത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഓ സഹാബത്തെ, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, അമാറിയണേ, വല്ലാഹി അല്ലാഹനെ തന്നെ സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ്, ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹു, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാകുന്നു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആൾ ഞാനാകുന്നു. ലാകിന്നി അസൂമു വഅഫ്തുറു, എന്നാൽ ഞാൻ ചില സമയങ്ങളിൽ നോമ്പ് പിടിക്കും, ചില സമയങ്ങളിൽ അഫ്തിറു, ഞാൻ നോമ്പിനെ മുറിക്കാറുമുണ്ട്. വൗസല്ലി, ഞാൻ നിസ്കരിക്കാറുമുണ്ട്. വാർഖുദു, ഞാൻ കിടന്നുറങ്ങുകയും ചെയ്യാറുണ്ട്. വാർഖുദു, ഞാൻ കിടന്നുറങ്ങാറുമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വതസവ്വജുൻ നിസാ, ഞാൻ പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുടർന്ന് പറയുകയാണ്, ഫമൻ റഗിബ അൻ സുന്നതി, ആരെങ്കിലും എൻ്റെ സുന്നത്തിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ എന്നിൽപ്പെട്ടവനല്ല. എത്ര ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എത്ര കർശനമായിട്ടാണ് പറഞ്ഞത്. ഇബാദത്തിൽ സജീവമാകുവാൻ വേണ്ടി തീരുമാനിച്ച സ്വഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടയുകയാണ്, അങ്ങനെ ചെയ്യരുത്, അത്
അത് ശരിയല്ല. ഓരോന്നിനും ഓരോ ബാധ്യതകളുണ്ട്, അത് പൂർത്തീകരിക്കണം. നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള ആള് ഞാനാണ്, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന ഞാനാണ്. എന്നാൽ ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാറുമുണ്ട്, ഞാൻ രാത്രികാലങ്ങൾ നിസ്കരിക്കാറുമുണ്ട്, ഉറങ്ങാറുമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ശരീരത്തിനോട് ചില ബാധ്യതകളുണ്ട്, അത് പൂർത്തീകരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നു. നോക്കൂ, എത്ര ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നഹു ലം യുഅത അബ്ദുൻ ശൈഅൻ ബഅദൽ യഖീൻ അഫ്ളു മിനൽ ആഫിയ. നമുക്ക് കിട്ടിയ ആരോഗ്യം, ആ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമാണ്. ഉറക്കം വരുമ്പോൾ ഉറങ്ങുക എന്നുള്ളത് ശരീരത്തിന്റെ ആവശ്യമാണത്, അത് നിർവഹിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ ഇബാദത്തിൽ പോലും ഇടർച്ചയുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലം യുഅത അബ്ദുൻ ശൈഅൻ ബഅദൽ യഖീൻ അഫ്ളല മിനൽ ആഫിയ. ആഫിയത്തിനേക്കാൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു വ്യക്തിക്ക്, ഒരു അടിമക്ക് യഖീൻ കിട്ടുക, ഈമാൻ കരസ്ഥമാക്കുക എന്നതിന് കഴിഞ്ഞാൽ പിന്നെ നൽകപ്പെടുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത് എന്നുള്ളത്, ആരോഗ്യം എന്നുള്ളത്. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കണം, യഖീനിനെയും ഈമാനിനെയും അല്ലാഹുവിനോട് ചോദിക്കണം. അതുപോലെ തന്നെ ആഫിയത്തിനെയും ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് നൽകുന്ന, അള്ളാഹു നൽകിയ ആരോഗ്യം അത് നിലനിന്ന് കിട്ടുവാൻ നാം റബ്ബിനോട് ദുആ ചെയ്യണം. അതോടൊപ്പം അതിന് കേടാകുന്ന, അതിനെ പ്രയാസമുണ്ടാക്കി തീർക്കുന്ന, ശരീരത്തിന് കോട്ടമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നാം നിർവഹിക്കാവതല്ല. അത് ഇബാദത്തുകൾ പോലും ആണെങ്കിൽ പോലും അതിൽ നിന്നും പിന്മാറണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അപ്പോൾ അത് മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഇസ്ലാം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിതമായ ഭക്ഷണ ശൈലി എന്നുള്ളത്, മിതമായ ഭക്ഷണ രീതി എന്നുള്ളത്. കിട്ടുന്നതെല്ലാം കഴിക്കുക എന്നുള്ളതല്ല, വയറ് നിറയുമാറ് കഴിക്കുക എന്നുള്ളതല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതീർണമായ പരിശുദ്ധമായ ഖുർആൻ അത് പറയുകയാണ്, യാ ബനി ആദം, ഓ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ബനി ആദം, ഓ ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഭംഗിയായ രൂപത്തിലായിരിക്കണം വസ്ത്രം ധരിച്ചു കൊണ്ടുവരേണ്ടത്. ഏറ്റവും നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ചു കൊണ്ടുവരണം. നമുക്ക് ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുവരണം, വൃത്തിയായി വരണം. വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതവ്യം ചെയ്യരുത്, ദൂർത്തടിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതവ്യം ചെയ്യുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കളാകുന്ന ഉലമാക്കൾ പഠിപ്പിക്കുന്നു, ജമഅല്ലാഹു തിബ്ബ കുല്ലഹു ഫീ നസ്ഫി ആയതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിന്റെ പകുതി കൊണ്ട് ലോകത്തുള്ള മുഴുവൻ വൈദ്യശാസ്ത്രത്തെയും പറഞ്ഞു വെച്ചു എന്നാണ്. ലോകത്തുള്ള മുഴുവൻ വൈദ്യശാസ്ത്രത്തെയും പറഞ്ഞു വെച്ചു. അതെങ്ങനെയാണ്? യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, അതൊരായത്തിന്റെ പകുതിയാണ്. അതിനുശേഷമുള്ള ആയത്ത് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം, പക്ഷേ വലാ തുസ്രിഫൂ, നിങ്ങൾ അമിതവ്യം ചെയ്യരുത്, ദൂർത്ത് കടിക്കരുത്. അത് ശരീരത്തെ കേടാക്കുന്ന പ്രവർത്തനമാകുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല അമിതവ്യം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. മഹദിയാകുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, അവ്വലു ബലാഇൻ ഹദസ ഫീ ഹാദിഹിൽ ഉമ്മ,
ബഅദ നബിയിഹാ അശ്ബഉ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവ്വലു ബലാഇൻ ഹദഥ ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ആദ്യമായിട്ട് വരുന്ന പരീക്ഷണം ബഅദ നബിയിഹാ, അവരുടെ ആ ഉമ്മത്തിന്റെ നബിക്ക് ശേഷം, അതായത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം ഉമ്മത്തിലേക്ക് വരുന്ന ആദ്യത്തെ പ്രശ്നം, ആദ്യത്തെ ബുദ്ധിമുട്ട്, പരീക്ഷണം അതെന്തെന്നറിയുമോ? അശ്ബഉ, ഇത് വയറ് നിറയ്ക്കലാകുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറയ്ക്കലാകുന്നു. ഫഇന്നൽ ഖൗമ ലമ്മാ ശബിഅത് ബുതൂനഹും സമിനത് അബ്ദാനുഹും വളഅഫത് ഖുലൂബുഹും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തുടർന്ന് പറയുകയാണ്, നിശ്ചയം ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ, സമിനത് അബ്ദാനുഹും, അവരുടെ ശരീരങ്ങൾ തടിച്ചു വീർക്കും, വളഅഫത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ദുർബലരായി പോകും. ഹൃദയം ദുർബലമായി പോകും, ആത്മീയമായിട്ടുള്ള ചിന്തകൾ കുറഞ്ഞു പോകും. ഭക്ഷണം കഴിച്ച് വയർ നിറച്ചാൽ അതിലൂടെ ശരീരം തടിച്ചു കൊഴുക്കുകയും ഹൃദയം ദുർബലപ്പെട്ടു പോവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ ഹൃദയം ദുർബലപ്പെട്ടാലോ ഈമാൻ ഊരിപ്പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാൻ കരുത്തുറ്റതാക്കി മാറ്റി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മാ മലഅ ആദമിയുൻ ബിആഅൻ, മാ മലഅ ആദമിയുൻ ബിആഅൻ, ഒരു പാത്രത്തെയും ആദം സന്തതികൾ നിറയ്ക്കുന്നില്ല, ശർറം മിൻ ബത്നിഹി, അവന്റെ വയറിനേക്കാൾ ഏറ്റവും മോശമായിട്ട്. എന്നുവെച്ചാൽ നിറക്കുന്ന പാത്രങ്ങളിൽ നിറയ്ക്കുന്നതിൽ ഏറ്റവും മോശമായത് വയറ് നിറക്കലാകുന്നു എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടിയും, മൂന്നിലൊരു ഭാഗം വെള്ളത്തിന് വേണ്ടിയും, മൂന്നിലൊരു ഭാഗം ഹവായിന് വേണ്ടിയും മാറ്റിവെക്കണം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ക്രമീകരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ഏറ്റവും കരുത്തുറ്റ ശരീരം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമുക്ക് ആഫിയത്ത് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആഫിയത്തിനെ തേടാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ ആഫിയത്ത് അതുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്യുകയും അതുപോലെ തന്നെ അതിന് കോട്ടം സംഭവിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെയൊക്കെ വിവാഹ ചടങ്ങുകൾ, അതിന് സൽക്കാരങ്ങൾ എല്ലാം വളരെ ദൂർത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയിൽ കുറെ കുഴിയങ്ങോട്ടുണ്ടാക്കിയിട്ട് ഭക്ഷണ സാധനങ്ങൾ കുഴിച്ചു മൂടുന്നൊരവസ്ഥ. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തുബദ്ദിറു തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. നിശ്ചയം ദൂർത്തടിക്കുന്ന ആളുകൾ, അമിതവ്യം കാണിക്കുന്ന ആളുകൾ അത് ശൈത്താന്റെ സഹോദരന്മാരാകുന്നു. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. നിശ്ചയം ശൈത്താൻ അവന്റെ റബ്ബിനോട് നിഷേധിയായിരിക്കുന്നു. അവന്റെ ചര്യയെ നാം പിൻപറ്റാവതല്ല, അവന്റെ മാർഗത്തെ നാം പുൽകാവതല്ല. നാം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ മാതൃക അതായിരിക്കണം നാം സ്വീകരിക്കേണ്ടത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, നാം ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. ഭക്ഷണങ്ങളെ പാഴാക്കുന്ന അവസ്ഥ ഒരിക്കലും നമ്മിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിൽ പോലും അത് നമുക്ക് കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ മാത്രം ഉണ്ടാവുകയും മിതമായ രൂപത്തിൽ അത് ക്രമീകരിച്ചുകൊണ്ട് ആ ഭക്ഷണത്തെ കഴിച്ചുകൊണ്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടി നാം സന്നദ്ധരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ലോകത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കൊതിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ള വാസ്തവം നാം തിരിച്ചറിയണം. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ, ഒരല്പം ഒന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കും, ഒരിച്ചിരി ഭക്ഷണം കിട്ടുക എന്നുള്ളത്. നമ്മളോ ഭക്ഷണത്തിൽ എത്രത്തോളം ദൂർത്താണ് കാണിക്കുന്നത്. ഗസയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഭക്ഷണത്തിന് വേണ്ടി കുട്ടികൾ യാചിച്ച് നടക്കുമ്പോ അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാമെന്ന് വിളിച്ചു വരുത്തിയിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്ന ചിത്രങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ
ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തന്ന ഭക്ഷണം തൃപ്തിയോടുകൂടി കഴിക്കുകയും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ രൂപത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആരോഗ്യത്തെ വീണ്ടെടുക്കുവാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നാം ചിന്തിക്കണം. ഏറ്റവും സുപ്രധാനമായ 3 നഗരങ്ങളിൽ ഒന്നാണല്ലോ ഫലസ്തീൻ എന്നുള്ളത്. ആ ഫലസ്തീനിലെ കൊച്ചുകുട്ടികളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഭക്ഷണത്തിന് വേണ്ടി അവർ ഭക്ഷണം കിട്ടാതിരുന്നിട്ട് മണ്ണ് വാരി തിന്നുന്ന ചിത്രങ്ങളാണ്. പണ്ടൊക്കെ സോമാലിയയിലൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള അവസ്ഥകൾ. എന്നാൽ ഏറ്റവും സുപ്രധാനമായ നഗരങ്ങളിൽ പോലും അത്തരത്തിലുള്ള അവസ്ഥകൾ എത്തിപ്പെടുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നാം വില കുറച്ച് കാണാതിരിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റവും മൂല്യമുള്ളതായി കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നാം തയ്യാറാവണം. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീന് വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്തിട്ടുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, ഇണകൾ റഹ്മാനായ റബ്ബേ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തന്ന ആരോഗ്യം നീ നിലനിർത്തി നൽകണം. നല്ല കരുത്തുറ്റ ആരോഗ്യമാക്കി മാറ്റണം റഹ്മാനെ. ആഫിയത്ത് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. പല സഹോദരങ്ങളും ഒന്ന് ദുആ ചെയ്യുന്നുണ്ട്, ദുആ ചെയ്യാൻ പറയുന്നുണ്ട് റഹ്മാനെ. ഒരു സഹോദരൻ തന്റെ ഭാര്യയുടെ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റഹ്മാനായ റബ്ബേ, നീ പൂർണ്ണ സലാമത്ത് കൊടുക്കണം. റേഡിയേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു റഹ്മാനായ റബ്ബേ. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ സഹോദരിയെ നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. പൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യണം. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, ഉറ്റവർ, ഉടയവർ, ഈ പള്ളിയിൽ ഓരോ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ, മുഅ്മിനത്തുകൾ എല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. അവരുടെ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണം. ഒരുപാട് ആളുകൾ, സഹോദരങ്ങൾ ദുആ കൊണ്ട് വസീയത്തിൽ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ റഹ്മാനായ റബ്ബേ, ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. ബർസഖിയായ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണം. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ റഹ്മാനായ റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണം. മർഹമത്ത് ചൊരിയണം. നോക്കത്താ ദൂരത്തോളം നീ ഖബർ വിശാലമാക്കി കൊടുക്കണം റഹ്മാൻ. മരണപ്പെട്ടു പോയ കാരണവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ ഹദിയ നൽകി റഹ്മാനെ നീ സ്വീകരിക്കണം. ഓരോരുത്തരും നൽകുന്ന ഹദിയകളെ നീ പൂർണ്ണമായും കബൂലാക്കിയിട്ട് ഇതിന്റെ എല്ലാം പ്രതിഫലങ്ങൾ മരണപ്പെട്ട ഖബറിൽ കഴിഞ്ഞുകൂടുന്ന സഹോദരങ്ങൾക്ക്, ആ കുടുംബങ്ങൾക്ക് നീ എത്തിച്ചു നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ റഹ്മാനായ റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. ഹലാലായ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടി നൽകണം. സാമ്പത്തികമായ അഭിവൃദ്ധി പ്രദാനം ചെയ്യണം. അല്ലാഹുവേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ നീ സമ്പത്ത് സമ്പാദിക്കുവാനും ആ രൂപത്തിൽ ചെലവഴിക്കുവാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ കബൂലാക്കണം. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കില്ല റഹ്മാനെ. നിന്റെ പരീക്ഷണങ്ങളെ താങ്ങുവാനുള്ള ശേഷി ഞങ്ങൾക്കില്ല റഹ്മാനെ. നിന്റെ ദുർബലരായ അടിമകളാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നിന്റെ ഹിഫാദത്ത് നൽകണം. എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകടമരണങ്ങളെ തൊട്ടും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.